എന്തിനാണ് ചുട്ടുപഴുത്ത ഇരുമ്പ് ഈ മരങ്ങളിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റുന്നതെന്ന്? എടാ, ഇതൊരു സാധാരണ മരമല്ല, ഇതാണ് അഗർവുഡ്. നമ്മുടെ പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഊതുമരം. ഈ മരങ്ങൾ ഏകദേശം വലുതായി കഴിയുമ്പോൾ അതിലേക്ക് ഇതുപോണക്ക് ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി അടിച്ചു കയറ്റും. എന്നിട്ടൊരു സിറിഞ്ച് വഴി നല്ല ഉപ്പുവെള്ളം, സോൾട്ട് വാട്ടർ അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. ഈ മരത്തിനുണ്ടായിരിക്കുന്ന ഡാമേജ് തടയാനായിട്ട് മരത്തിൻ്റെ ഡിഫെൻസീവ് സിസ്റ്റം ഒരു കറുത്ത പശ പോലുള്ള ദ്രാവകം അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. ക്രമേണ ഈ ദ്രാവകം അവിടെയെല്ലാം പടർന്നു പിടിച്ച് കട്ട പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ കട്ട പിടിക്കുന്ന ഈ മരത്തിൻ്റെ ഡാമേജ്ഡ് ഭാഗത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. വളരെ സ്വീറ്റായിട്ടുള്ള റിച്ചായിട്ടുള്ള മണമാണ് കേട്ടോ ഈ സ്ഥലത്തിന്. കാരണം ഈ ഡാമേജ് ആയ മരത്തിന്റെ ഭാഗം വെട്ടിയെടുത്ത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യും. എന്തിനാ? ഈ ഡാമേജ് ആയ ഭാഗങ്ങളാണ് പിന്നീട് ലക്ഷൂറിയസ് പെർഫ്യൂമുകളായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് എത്തുന്നതെന്നർത്ഥം. ശരിക്കും ഈ വീഡിയോ ആദ്യം ഞാൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, എന്ത് ദ്രോഹമാണ് ഈ മാതിരി മരത്തിലോട് കാണിക്കുന്നത്. ചുട്ടുപഴുത്ത കമ്പിയൊക്കെ മരത്തിലേക്ക് അടിച്ച് കയറ്റുക, പച്ച മരത്തിലേക്ക് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മാതിരി പണി കാണിക്കുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ ആദ്യം. പക്ഷേ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ, കൂടുതൽ ഡിഗ് ചെയ്തപ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ പിറകിലുള്ള എന്താണെന്ന് മനസ്സിലായത്. ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും. എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളൊരു ജീവിത ശൈലി ആയിരിക്കാം, നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പുള്ളി നമ്മളങ്ങ് വിലയിരുത്തുക. അവൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, ഇവ സംഖ്യയാണ്, ഇവൻ കമ്മിയാണ്, അല്ലെങ്കിൽ ഇവ സുഡാപ്പിയാണ്, അങ്ങനെയൊക്കെ നമ്മളങ്ങ് വിചാരിക്കുക. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങളും ഒരു ദിവസം ജഡ്ജ് ചെയ്യപ്പെട്ടേക്കാം. സോ പ്ലീസ് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരു ബുക്കിൻ്റെ കവർ കൊണ്ട് നമ്മൾ ഒരിക്കലും ആ ബുക്കിനെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. അത് റോങ് ആണ്. എന്നെ നിങ്ങൾ ഈ കോലം കണ്ടൊന്നും ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ കുറച്ചുകൂടെ എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ, കുറച്ച് ഡിഗ് ചെയ്ത് നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേജ് ഒന്ന് ഫോളോ കൂടെ ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് വലിയ സപ്പോർട്ടുമായിരിക്കും.